ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, കേരളത്തിൽ കോട്ടയത്താണ് ആ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 1500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കോട്ടയം പട്ടണത്തിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായ കൃഷ്ണ വിഗ്രഹത്തെ വില്ലുമംഗലം തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാർപ്പ് എന്നു പേര് ലഭിച്ചു. അതുവരെ കുന്നംപള്ളിക്കര എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. പുലർച്ചെ 2 മണിക്ക് നട തുറന്ന് കൃഷ്ണന് അഭിഷേകം നടത്തി തല മാത്രം തുവർത്തി ആദ്യം ഉഷപായസം നേദിക്കുന്നു. പിന്നീടാണ് ബാക്കി ശരീരം തുവർത്തുക. ഇതിന്റെ പിന്നിലെ ഐതിഹ്യം, കംസവധത്തിനു ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മ യശോദ ഉഷപായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത്. തിരുവാർപ്പ് ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായി അടുത്ത ബന്ധവുമുണ്ട്. പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് തന്റെ ചതുർബാഹുവായ വിഗ്രഹം നൽകുന്നു. ഇവർ അത് നിത്യവും പൂജിച്ചിരുന്നു. വനവാസം അവസാനിപ്പിച്ച് പാണ്ഡവർ മടങ്ങിയപ്പോൾ ആ നാട്ടിലുള്ളവർ വിഗ്രഹം തങ്ങൾക്ക് നൽകാമോ എന്നും ചോദിച്ചു. ഈ സ്ഥലം ചേർത്തലയാണെന്നാണ് വിശ്വാസം. എന്നാൽ വിഗ്രഹം സ്ഥാപിച്ചതിനു ശേഷം നാട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി. പരിഹാരത്തിനായി അവർ ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നു. പാണ്ഡവർ പൂജിച്ചതുപോലെ നാട്ടുകാർക്ക് വിഗ്രഹത്തെ പൂജിക്കാൻ സാധിക്കുന്നില്ല. മുൻപോട്ടും അത് സാധിക്കില്ല. അതിനാൽ വിഗ്രഹത്തെ അടുത്തുള്ള കായലിൽ നിക്ഷേപിക്കാൻ ജ്യോതിഷി ഉപദേശിക്കുന്നു. ഇവർ കായലിൽ വിഗ്രഹം നിക്ഷേപിച്ചു. വർഷങ്ങൾക്ക് ശേഷം വില്ലുമംഗലം തിരുമേനി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം എന്തിലോ തടഞ്ഞു നിന്നു. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ല. തിരുമേനി വള്ളക്കാരനോട് ഇറങ്ങി നോക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്നും കൃഷ്ണ വിഗ്രഹം ലഭിക്കുന്നു. വിഗ്രഹവുമായി തിരുമേനി യാത്ര തുടർന്നു. ശേഷം യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെട്ട തിരുമേനി വള്ളം കരയ്ക്കടുപ്പിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അടുത്തുണ്ടായിരുന്ന മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിരുന്നു. വിഗ്രഹം അടുത്ത് കണ്ട വാർപ്പിൽ വെച്ചു. ഉറക്കമുണർന്ന സ്വാമി വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ഇതറിഞ്ഞ ആളുകൾ തടിച്ചുകൂടി. ഈ സ്ഥലം കുന്നംകരി മേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു. അദ്ദേഹം വില്ലുമംഗലം തിരുമേനിയോട് അഭ്യർത്ഥിച്ച് ഇവിടെ ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വാർപ്പിലുള്ള കൃഷ്ണൻ ഉള്ളതിനാൽ ഈ സ്ഥലം തിരുവാർപ്പ് എന്നറിയപ്പെട്ടു. പാണ്ഡവർക്ക് വനവാസ ശേഷം കൃഷ്ണൻ പൂജിക്കാൻ കൊടുത്തിരുന്ന വിഗ്രഹം ദ്രൗപദിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കിയെന്നും മുക്കുവന്മാർ മീൻ പിടിക്കുന്നതിനിടയിൽ വലയിൽ കുടുങ്ങിയ വിഗ്രഹത്തെ അവർ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവർ അത് തിരിച്ച് കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് വില്ലുമംഗലം തിരുമേനിക്ക് ഇത് ലഭിച്ചു എന്നും മറ്റൊരു വിശ്വാസമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല എന്നതാണ്. ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിനു ശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു. ഈ സമയം അതുവഴി വന്ന വില്ലുമംഗലം തിരുമേനി പറഞ്ഞു കൃഷ്ണന് അതിയായി വിശന്നിരിക്കുകയാണെന്ന്. തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിന്റെ താക്കോലിനൊപ്പം കോടാലിയും ഉണ്ടാകുമെന്നുള്ളത്. ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും. ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ദേവന് നിവേദ്യം നൽകണമെന്നാണ് പറയപ്പെടുന്നത്. 5 തവണത്തെ പൂജയുണ്ട് ഒരു ദിവസം. എന്നാൽ അത്താഴ പൂജ ദീപാരാധനയ്ക്ക് മുൻപാണ്. വിഗ്രഹം ചേർത്തലയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്ര പൂജാരി അത്താഴ പൂജ സമയത്ത് ചേർത്തലയിൽ നിന്നും എത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചേർത്തലയിൽ നിന്നെത്തിയ ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടയും ഉണ്ട്. ഇത് കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ട കൊട്ടി അറിയിച്ചതിന്റെ അടയാളമായാണ്. ക്ഷേത്രത്തിന് പുറത്ത് ഭൂതനാഥൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, യക്ഷി, ശിവൻ, ഭഗവതി എന്നിവരുടെയും പ്രതിഷ്ഠകളുണ്ട്. മേടമാസത്തിലെ 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഉത്സവ സമയത്ത് ഗുരുവായൂരിലെ പോലെ ആനയോട്ടം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. 12 വിളക്ക് അല്ലെങ്കിൽ വിളക്കെടുപ്പ് എന്ന ചടങ്ങ് വളരെ പ്രശസ്തമാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വ്രതനിഷ്ഠയോടെ ചെയ്യേണ്ട ചടങ്ങാണിത്. 10ാം ഉദയത്തിന്റെ അന്ന് ഉത്സവം അവസാനിക്കും. അഷ്ടമി രോഹിണി ദിവസവും പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കും. ഞായർ, വ്യാഴം ദിവസങ്ങൾ പ്രാധാന്യം ഉള്ളവ. പ്രധാന നേദ്യം ഉഷപായസമാണ്. അരി, ശർക്കര, നെയ്യ്, കദളിപ്പഴം, തേങ്ങ എന്നിവ ചേർത്താണ് പായസം തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം പാൽപായസം, നെയ് പായസം, അപ്പം എന്നിവയും വഴിപാടായി ലഭിക്കും. പ്രത്യേക വഴിപാടായ ചതുശതവും സമർപ്പിക്കാറുണ്ട്. കോട്ടയം നഗരത്തിലെത്തി നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നോ തിരുനക്കരയിൽ നിന്നോ ബസ്സുകൾ ലഭിക്കും. കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ വഴി തിരുവാർപ്പിലെത്താം. ധാരാളം ബസ്സുകളും ടൗണിൽ നിന്ന് ലഭ്യമാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നവർ മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് ബോട്ട് സർവീസും ഉണ്ട്.
കുമരകത്ത് നിന്നും ഇല്ലിക്കൽ ഇറങ്ങി അവിടെ നിന്ന് തിരുവാർപ്പിന് ബസ് ലഭിക്കും.